നമസ്കാരം. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കേരളത്തിലെ സവിശേഷതകളിൽ ഒന്ന് അതിശക്തമായ ത്രികോണ മത്സരമാണ്. ജയപരാജയങ്ങൾ ആർക്കൊപ്പമായിരുന്നാലും NDA, LDF, UDF മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞിരിക്കുകയാണ്. BJPയുടെയും CPMൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ ത്രികോണ മത്സരം തന്നെയാണ് മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ളതെങ്കിലും ഇപ്പോഴത്തേതുപോലുള്ള ഒരു രാഷ്ട്രീയ ധ്രുവീകരണം സംഭവിച്ചിരുന്നില്ല. ഉത്തരഭാരതത്തിൽ വലിയൊരളവോളം മത്സരം ഏകപക്ഷീയമാണ്. BJPക്ക് വെല്ലുവിളി ഉയർത്താൻ കോൺഗ്രസിനോ പ്രാദേശിക കക്ഷികൾക്കോ കഴിയുന്നില്ല. ത്രികോണ മത്സരം നടക്കുന്ന ദക്ഷിണ ഭാരത സംസ്ഥാനങ്ങൾ എടുക്കുമ്പോഴും കേരളം ഒപ്പത്തിനൊപ്പമാണ്. BJPയുടെ മത്സരക്ഷമതയാണിതിന് കാരണം. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നവയിൽ കേരളത്തിനകത്തും പുറത്തുമുള്ളവർ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. 2014 മുതലാണ് തിരുവനന്തപുരം മണ്ഡലം ഏറ്റവും ശ്രദ്ധേയമായി മാറുന്നത്. കേന്ദ്ര IT നൈപുണ്യ വികസന മന്ത്രിയും BJP നേതാവുമായ രാജീവ് ചന്ദ്രശേഖറും കോൺഗ്രസ് നേതാവ് തരൂരും ഏറ്റുമുട്ടുന്നതാണ് ഇതിന് കാരണം. ദേശീയ തലത്തിൽ CPI കോൺഗ്രസിൻ്റെ മുന്നണിയിലായതിനാൽ പന്നിയൻ രവീന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ രാഷ്ട്രീയമായ പ്രസക്തി ഇല്ലാതാകുന്നു. വയനാട് മണ്ഡലത്തിൽ രാഹുലിനെതിരെ ആനി രാജ മത്സരിക്കുന്നത് പോലെ അസംബന്ധമാണത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ മുൻകാലത്ത് UDFൻ്റെയും LDFൻ്റെയും സ്ഥാനാർത്ഥികൾ മാറി മാറി ജയിച്ചിട്ടുള്ളതാണെങ്കിലും കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ തരൂർ തുടർച്ചയായി ജയിച്ചു പോരുകയായിരുന്നു. ഇതിന് മാറ്റം വരുമോ എന്നതാണ് എല്ലാവർക്കും അറിയേണ്ടത്. തരൂരിൻ്റെ പോലും മാനസികാവസ്ഥ ഇതാണ്. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി മോദിയുടെ പ്രതിനിധിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനോ വിദേശകാര്യമന്ത്രി ജയശങ്കറോ മത്സരിച്ചേക്കുമെന്ന വാർത്തകൾ വന്നിരുന്നു. ഇരുവരും പലതവണ തിരുവനന്തപുരം സന്ദർശിച്ചത് ഈ ധാരണ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഇതോടെ കണക്കുകൂട്ടലുകൾ തെറ്റുകയാണെന്ന് തരൂരിന് തോന്നി. തിരുവനന്തപുരത്ത് മോദി തന്നെ മത്സരിച്ചാലും തനിക്ക് കുഴപ്പമില്ലെന്ന തരൂരിൻ്റെ പ്രതികരണം യഥാർത്ഥത്തിൽ ആത്മവിശ്വാസത്തിൻ്റേതായിരുന്നില്ല, ആശങ്കയുടേതായിരുന്നു. രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതോടെ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു. സുരക്ഷിത മണ്ഡലമായ തിരുവനന്തപുരത്ത് അനായാസം ജയിച്ചു കയറാമെന്ന തരൂരിൻ്റെ മോഹത്തിന് മങ്ങലേറ്റു. രാജീവൻ്റെ സ്ഥാനാർത്ഥിത്വം തരൂരിന് ഒരു ഭീഷണി തന്നെയാണ്. രാജീവൻ്റെ വൈയക്തികവും രാഷ്ട്രീയവുമായുള്ള ട്രാക്ക് റെക്കോർഡ് മറുനീക്കങ്ങൾക്ക് തരൂരിനെ അശക്തനാക്കി. വിദ്യാസമ്പന്നനായ മലയാളി എന്നതായിരുന്നു തരൂരിലെ ആകർഷക ഘടകം. അഭ്യസ്ത വിദ്യരുടെ തട്ടകമായ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഈ പ്രതിച്ഛായ വിറ്റഴിക്കാൻ തരൂരിന് കഴിഞ്ഞു. എന്നാൽ രാജീവ് എതിരാളിയായി വന്നതോടെ ഇതിനുള്ള സാധ്യത ഇല്ലാതായി. വിദ്യാഭ്യാസ യോഗ്യതയിൽ തരൂരിനൊപ്പമാണ് രാജീവൻ്റെ സ്ഥാനം. അമേരിക്കയിൽ നിന്ന് ഉന്നത വിജയം നേടുകയും ലോകത്തെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായ ഇന്റലിൽ ജോലി നേടുകയും ചെയ്ത പ്രതിഭാശാലിയാണ് രാജീവ്. ഭാഷാ പ്രാവീണ്യമുണ്ട്. അതിലുപരി നവീനമായ ഒരുപാട് ആശയങ്ങളും രാജീവനെ വ്യത്യസ്തനാക്കുന്നു. തരൂരിനെ അപേക്ഷിച്ച് രാജീവിന് വേറെയും അധിക യോഗ്യതകളുണ്ട്. ഒരു സംരംഭകൻ എന്നതാണ് അതിലൊന്ന്. ഭാരതത്തിലെ ഏറ്റവും ആദ്യത്തെ യൂണിക്കോൺ, $100 കോടി മൂല്യമുള്ള സ്റ്റാർട്ടപ്പ് കമ്പനി, BPL മൊബൈലിൻ്റെ സ്ഥാപകൻ, കമ്പ്യൂട്ടർ ലോകത്ത് വർഷങ്ങളോളം ആധിപത്യം നിലനിർത്തിയിരുന്ന പെൻറ്റിയം ചിപ്പിൻ്റെ രൂപകൽപ്പനയിൽ പങ്കാളിയായ ഏക മലയാളി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷയ്ക്കായി രൂപം കൊണ്ട IT വിദഗ്ധരുടെ കൂട്ടായ്മയിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ടെക്നോക്രാറ്റ്, ലോകത്തെ വൻ കമ്പനികളിൽ ഒന്നായ ടെസ്ലയുടെ സ്ഥാപകൻ, ഇലോൺ മസ്കിനെ പോലുള്ളവരുടെ അടുത്ത സുഹൃത്ത്, ഗൂഗിൾ മേധാവി സുന്ദർ പിച്ചയ്ക്കും മൈക്രോസോഫ്റ്റിൻ്റെ സത്യ നദല്ലയ്ക്കും ഒപ്പം സ്ഥാനമുള്ള IT വിദഗ്ധൻ, ഇവയൊക്കെ രാജീവന് മാത്രം അവകാശപ്പെട്ടതും തരൂരിനെ നിഷ്പ്രഭനാക്കുന്നതുമായ ബഹുമതികളും നേട്ടങ്ങളും ആണ്. ഇതുകൊണ്ട് തന്നെയാണ് തരൂർ ഇപ്പോൾ വളരെയധികം ഭയപ്പാടോടുകൂടി തിരുവനന്തപുരം മണ്ഡലത്തിൽ നിൽക്കുന്നത്. തരൂർ അടിസ്ഥാനപരമായ ഒരു ഷോമാനാണ്. ഒരു എടുപ്പ് കുതിരയെപ്പോലെ, കെട്ടുകാഴ്ച പോലെ ഇങ്ങനെ വന്നു പോവുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പാർലമെൻറ്റിനകത്തും പുറത്തും ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ജനസേവകൻ എന്ന നിലയ്ക്കുള്ള തരൂരിൻ്റെ പ്രകടനം ശരാശരിയിലും താഴെയാണ് എന്ന് തിരുവനന്തപുരത്തുകാർ 15 വർഷമായി മനസ്സിലാക്കുന്നു. 3 വട്ടം MP ആയിരുന്നിട്ടും സ്വന്തം മണ്ഡലത്തിൽ ചെയ്യാമായിരുന്നതൊന്നും തരൂർ ചെയ്തില്ല.
വാഗ്ദാനം ചെയ്തതൊക്കെ പ്രാവർത്തികമാക്കാനുള്ള സാവകാശം തരൂരിന് വേണ്ടുവോളം ലഭിച്ചതാണ്. പക്ഷേ മുൻഗണനകൾ മറ്റു ചിലതായ തരൂർ ഇക്കാര്യത്തിൽ ഒരു പരാജയമായിരുന്നു. അതുകൊണ്ടാണ് ഒരു തവണ കൂടി തന്നെ വിജയിപ്പിക്കണമെന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തുകാർ അത് പരിഗണിക്കാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇവിടെ തരൂരുമായിട്ടുള്ള നേരിട്ടുള്ള മത്സരം തന്നെയാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ്റെ കൈകളിലൂടെ മാത്രമേ ഇനി തിരുവനന്തപുരത്തിന് വികസനം ഉണ്ടാകൂ എന്ന് തിരുവനന്തപുരത്തെ വോട്ടർമാർ കാണുന്നു.